ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ലുലു മോൾസിലെ ഗെയിം ഏരിയയായ ഫൺട്യൂറയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ഇന്നത്തേത്. ഫൺട്യൂറയിൽ ഓരോ പ്രായത്തിലുള്ളവർക്ക് പറ്റിയ പലതരം റൈഡ്സും അതുപോലെ തന്നെ പലതരം ഗെയിംസിൻ്റെ സെക്ഷൻസും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പല ഗെയിംസും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും റേറ്റും എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൊച്ചിയിലെ ഫൺട്യൂറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ തന്നെ ഫൺട്യൂറയുടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ സോഫ്റ്റ് പ്ലേ ഏരിയ ആണ്. ശരിക്കുള്ള പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ 3rd ഫ്ലോറിലാണ്. ഈ പ്ലേ ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഒരു വണ്ടർലാൻഡിൽ എത്തിയ പോലെയാണ്. തീരെ ചെറിയ കുട്ടികൾക്ക്, അതായത് നഴ്സറി കുട്ടികൾക്ക് പറ്റിയ മുതൽ വലിയ ആൾക്കാർ മുതിർന്നവർക്ക് വരെയുള്ള ടൈപ്പ് ഗെയിംസ് ഇവിടെയുണ്ട്. കുട്ടികൾക്ക് പറ്റിയ ബൈക്കിൻ്റെയും കാറിൻ്റെയും വീഡിയോ ഗെയിംസും അതുപോലെ തന്നെ ബാസ്കറ്റ് ബോളൊക്കെയാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. കുട്ടികളുടെ ഈ വീഡിയോ ഗെയിംസൊക്കെ റിഡംഷൻ ഗെയിംസ് ആണ്. അതായത് കളിച്ച് കഴിഞ്ഞ് പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ്സ് കിട്ടും. ആ ടിക്കറ്റ്സ് കൗണ്ടറിൽ കൊടുത്ത് റിഡീം ചെയ്താൽ ഗിഫ്റ്റൊക്കെ കിട്ടും. അപ്പോൾ കൂടുതൽ ടിക്കറ്റ്സ് കിട്ടുന്നതനുസരിച്ച് കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ വലിപ്പവും കൂടും. പക്ഷേ ഇവിടെ വന്നിട്ട് എപ്പോഴും അങ്ങനെ ഗെയിംസ് കളിക്കുന്ന അത്ര പ്രാക്ടിക്കൽ അല്ല ഇവിടുത്തെ റേറ്റ് തന്നെ കാരണം. അപ്പോൾ ഇവിടുത്തെ റൈഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 70 രൂപയ്ക്കാണ്. അത് കുട്ടികളുടെ റൈഡാണ്. കുട്ടികളുടെ വീഡിയോ ഗെയിംസിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 70-75 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ഈ ഫൺട്യൂറയുടെ ഗെയിം കാർഡ് എടുക്കാനായിട്ടുള്ള മിനിമം റേറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഏറ്റവും കൂടിയത് 5000-ൻ്റെ കാർഡാണ്. 5000-ൻ്റെ എടുക്കുവാണെങ്കിൽ എല്ലാ റൈഡ്സിനും 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് ഓഫറൊന്നും ഇല്ലാത്ത കാർഡിൻ്റെ റേറ്റ് ആണ്. പക്ഷേ ചില സീസണിൽ ഓഫേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ചില ഫെസ്റ്റീവ് സീസണിൽ അല്ലെങ്കിൽ ചില വീക്കെൻഡ്സിലൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റിൻ്റെ ഇരട്ടി കാർഡ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഓഫേഴ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ കാർഡ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഇത് സ്നോ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഏരിയ ആണ്. അത് VR എഫക്റ്റിൻ്റെ ഒരു വാക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 70 തിയേറ്ററും ഉണ്ട്. ഇത് കുഞ്ഞു കുട്ടികളുടെ വീഡിയോ ഗെയിംസിൻ്റെയും അതുപോലെ തന്നെ ചെറിയ റൈഡ്സിൻ്റെയൊക്കെ ഏരിയ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 70-നും 100-നും ഇടയ്ക്കാണ്. ഈ ഹോഴ്സ് റേസ് പോലത്തെ വീഡിയോ ഗെയിംസൊക്കെ കുറച്ചുകൂടി മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഗെയിംസൊക്കെ ഉള്ളതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഒരു ബോളിംഗ് ആർക്കേഡ് ഉണ്ട്. അപ്പോൾ ബോളിങ്ങിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 ബോളിനാണ്. 20 ബോളിന് 200 രൂപയും ടാക്സ് വൺ റേറ്റ്. ബോളിംഗ് ഏരിയയുടെ അടുത്തായിട്ടാണ് ഇവിടുത്തെ VR സോൺ. കുറേ ടൈപ്പ് VR ഗെയിംസ് ഉണ്ട്. എല്ലാത്തിനും ഒരു 100 രൂപ 120 രൂപ റേറ്റിലാണ് എല്ലാ VR ഗെയിംസും. അതുപോലെ ഇവിടെ തന്നെയാണ് ബില്ലിയാർഡ്സും സ്നൂക്കറും ഒക്കെ. ഒത്തിരി വലിയ സ്പേസാണ് ഇവിടെ VR സോണിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ VR ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും പറ്റിയ ഏരിയ ആണിത്. ബൗളിംഗ് ഏരിയയുടെ അടുത്തായിട്ടാണ് റീബൗണ്ട് ഉള്ളത്. റീബൗണ്ട് എന്ന് പറഞ്ഞൊരു ട്രാംപലിൻ പാർക്കാണ്.
അത് ഐസ് സ്കേറ്റിംഗ് റിങ്കാണ്. കേരളത്തിൽ ലുലു കൊച്ചിയിലാണ് ആദ്യമായിട്ട് ഐസ് സ്കേറ്റിംഗ് റിങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സ്കേറ്റിംഗിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. അരമണിക്കൂറിന് 500 രൂപയാണ് റേറ്റ്, 1 മണിക്കൂറാണെങ്കിൽ 800 രൂപ. ഇതിനടുത്തായിട്ട് തന്നെ ബമ്പർ കാസിൻ്റെ സെക്ഷനുണ്ട്. ബമ്പർ കാസിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാറിൽ ഇപ്പോൾ 2 പേരാണെങ്കിൽ 2 പേർക്കും കൂടി 100 രൂപയാണ്. ഇപ്പോൾ ഒരാളാണ് ഒരു കാറിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ 80 റുപ്പീസാണ്. അപ്പോൾ ഇനിയാണ് വലിയ വലിയ റൈഡ്സിൻ്റെയൊക്കെ സെക്ഷൻ വരുന്നത്. അതായത് റോളർ കോസ്റ്റർ, പിന്നെ ടോപ്പ് ഡാൻസ്, സീറോ ഗ്രാവിറ്റി, അങ്ങനത്തെ കുറച്ച് വലിയ റൈഡ്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഇതുപോലത്തെ കാർസൊക്കെ ഉണ്ട്. കോൺവോയ് കാർസ്, ക്രേസി കാർസ്, അങ്ങനത്തെ കുറച്ച് റൈഡ്സൊക്കെ ഉണ്ട്. ഇതാണ് ക്രേസി കാർസ്. പിന്നെ ഇത് കോൺവോയ് കാർസ്. കാരസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൈഡ് തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റിയതാണ്. റോളർ കോസ്റ്റർ റൈഡിൻ്റെ റേറ്റ് 100 രൂപയാണ്. ഇതിൻ്റെ പേര് ജോളി ജമ്പ് എന്നാണ്. ഇതിൻ്റെ പേര് സീറോ ഗ്രാവിറ്റി. ഇത് കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെ പറ്റിയ ടൈപ്പാണ്. 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഈ റൈഡിൻ്റെ പേര് ഹറിക്കെയിൻ എന്നാണ്. ഇതൊരു VR ഗെയിമാണ്. ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ്. ഇതിൻ്റെ പേരാണ് ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് ടവർ. ഇത് ടോപ്പ് ഡാൻസർ, 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് മിനി ഡിസ്കോ. ഇത് കുട്ടികൾക്ക് പറ്റിയതാണ്, 70 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊച്ചി ലുലുവിലെ ഫൺറ്റ്യൂറയിലുള്ള ഗെയിംസ്. നേരത്തെ ഇവിടെ റോക്ക് ക്ലൈമ്പിംഗ് പോലത്തെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുതിയ ഗെയിംസ് ഒക്കെ വന്നപ്പോൾ പഴയതൊക്കെ മാറ്റി. അപ്പോൾ കൊച്ചി ഫൺറ്റ്യൂറയിൽ നിന്ന് നമുക്ക് നേരെ തിരുവനന്തപുരത്തെ ഫൺറ്റ്യൂറയിൽ നോക്കാം. രണ്ടിടത്തെയും ഫൺറ്റ്യൂറയിൽ ഗെയിംസും റൈഡ്സും ഒക്കെ മിക്കതും കോമൺ തന്നെയാണ്. എന്നാൽ രണ്ടിടത്തും കുറച്ച് എക്സ്ട്രാ ഗെയിംസ് ഒക്കെ ഉണ്ട്. പക്ഷേ മൊത്തം ആ ഗെയിം സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംബിയൻസ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ തിരുവനന്തപുരത്ത് 2 ഫ്ലോറിലായിട്ടാണ്, അതായത് 2nd ഫ്ലോറും 3rd ഫ്ലോറിലും ആയിട്ടാണ് ഫൺറ്റ്യൂറയുടെ സ്പേസ്. അപ്പോൾ സോഫ്റ്റ് പ്ലേ ഏരിയയും അതുപോലെ തന്നെ കാരസലും അതുപോലെ ഡ്രോപ്പ് ആൻഡ് ട്വിസ്റ്റ് ടവറും എല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇതിവിടുത്തെ ടിക്കറ്റ് റിഡംഷൻ ഏരിയ ആണ്. അപ്പോൾ റിഡംഷൻ ഗെയിംസ് കളിച്ച് ടിക്കറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റിയ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് റോളർ കോസ്റ്ററിലേക്ക് കയറാനുള്ള ഏരിയ ആണ്. അതുപോലെ ഇത് ബമ്പർ കാസാണ്. ബമ്പർ കാസിന് ഇവിടെ ക്രേസി കാസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ടോപ്പ് ഡാൻസർ എന്ന് പറഞ്ഞ റൈഡ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കോൺവോയ് റേസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലാണ് ചെറിയ കുട്ടികൾക്കുള്ള കാറും ബൈക്കും വീഡിയോ ഗെയിംസൊക്കെ ഉള്ളത്.
അപ്പോൾ ഇത്രയും സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ഇനി തേർഡ് ഫ്ലോറിലാണ് ബാക്കിയുള്ള ഗെയിംസും റൈഡ്സും ഒക്കെ. അപ്പോൾ കുട്ടികളുടെ ഗെയിമിംഗ് ഏരിയയുടെ അടുത്തായിട്ടാണ് ഇവിടെ ബോളിംഗ് സെക്ഷനും അതുപോലെ തന്നെ VR സോണും ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ താഴെ മറ്റൊരു റൈഡ് കൂടിയുണ്ട്. ഇതിൻ്റെ പേര് റിവേഴ്സ് ടൈം എന്നാണ്. പിന്നെ ഇവിടുത്തെ റോളർ ഗ്ലൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡ്, അത് കൊച്ചിയിലില്ല. സിപ്പ് ലൈൻ റൈഡാണത്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ബോളിംഗ് ഏരിയയുടെ അടുത്തായിട്ട് തന്നെ VR സോണും ഉണ്ട്. VR സോണിലെ റൈഡ്സും കൊച്ചി ഫൺട്യൂറിലെ റൈഡ്സും ആയിട്ട് സിമിലർ തന്നെയാണ്. പിന്നെ ഈ ഏരിയയിൽ തന്നെ ഒരു റീബൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ടാഗ് അരീന എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഫൺട്യൂറയുടെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.